മാല ഇടണം വള ഇടണം. ഓക്കെ, തിരിച്ച് കളിക്കുമോ? എങ്ങനെ തിരിക്കും? കോട്ടയല്ലേ വീഡിയോ ഡാൻസ് കളി. അതെ 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 നിങ്ങളെ അയച്ചോ കളി വെച്ചോട്ടെ. ഞാനും കളിക്കാം, ഡാൻസ് കളിക്കട്ടാ. കൊള്ളാമോ കളിച്ചു? നന്നായിരിക്കോ? വെച്ചോട്ടെ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും മഴ പെയ്യണം. ഇപ്പം നടക്കും ഡാൻസ് ഒന്നും. നമുക്ക് ആട്ടോയിൽ റൗണ്ട് പോയിട്ടാണല്ലോ. അപ്പോൾ നല്ല മഴ ഉറക്കുന്നുണ്ട്. ഡാൻസിൻ്റെ കാര്യം നടക്കും അല്ലേ? അതൊക്കെ പഠിക്കുന്ന ആവശ്യമില്ലല്ലേ? അതൊക്കെ നടന്നോളൂ. ഡാൻസ് കളിക്കുന്ന വിഷയമല്ല, ഡാൻസ് കാണുന്ന ആൾക്കാരുടെ വിഷയം. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഡാൻസ് കാണാൻ പോകാം. ഷൂട്ട് ചെയ്യുക പെർഫോമൻസ്. ഇപ്പോൾ ലൊക്കേഷൻ വന്ന് പൂജപ്പുര ജയിലിൻ്റെ അകത്ത് ഗണപതി കോവിലാണ്. അപ്പോൾ ഇത് ഡാൻസ് ഷൂട്ടിങ്. എന്ത് പാട്ടത്? കിഴക്ക് കിഴക്ക് ആ പാട്ടാണ്. ഓക്കെ, ഡാൻസ് ഒക്കെ നല്ല പ്രാക്ടീസ് ചെയ്താ. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഓർമ്മ. ഓക്കെ, പോകാം. സമയം കൊണ്ടിരിക്കുകയാണ്. 4:30 വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ആദ്യം പോയി ടീച്ചറിന്റെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ പോയിട്ട് മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ മേക്കപ്പ് ചെയ്യുക, നേരെ ബോളിൽ പോവുക, ഡാൻസ്. മണി ഇപ്പൊ കറക്റ്റ് 4:30 മണിയായിട്ടുണ്ട്. പോകാം, ബാക്കിയെല്ലാം പോകുന്ന വഴിക്ക് പറയാം. ഓക്കെ, അപ്പോ പറ, ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും കട്ടൊക്കെ നിൽക്കണം. കൊയ്ക്ക് സമയമായിക്കൊണ്ടിരിക്കുക. ഇറങ്ങാത്ത എത്ര നേരം ഇറങ്ങാൻ? ഞാൻ നേരത്തെ ഇറങ്ങി, നീ ലേറ്റായത്. വ്ളോഗ് ചെയ്യണ്ടേ, എല്ലാം എടുക്കണ്ടേ കാര്യങ്ങളൊക്കെ. ഹെൽമെറ്റ്, പേഴ്സ്, ഫോണ്, ഹെൽമെറ്റ് എല്ലാം എടുത്തല്ലോ. ഹഷു കിടന്ന വ്ളോഗ് ചെയ്യട്ടപ്പാ. 2 പാക്ക് വാങ്ങിച്ചു പോമ്പാ. പാക്ക് വെത്തല്ല പാക്ക്. 20 രൂപ എല്ലാം ആയല്ലോ. ഓക്കെ, പാക്ക് വാങ്ങിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. ഇനി എന്ത് വാങ്ങിയുണ്ട്? ഡാൻസ്. ഒന്ന് ഡാൻസ് ടീച്ചറിന്, ഒന്ന് മറ്റേ മേക്കപ്പ് ചെയ്ത ആൾക്കാർ. ഓക്കെ, എന്നാൽ ശരി. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡാൻസിൽ പോയ സമയത്ത് എല്ലാം കാണിച്ചു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ. ഇപ്രാവശ്യം കാണിക്കാൻ സമയമില്ല, കാരണം അത്രയും ജോലി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മെയിനായിട്ട് ഇത് കാണിക്കാം. വൈഷു ഡാൻസ് കാര്യങ്ങളും പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ പറ്റും കാണിക്കാം. കിഴക്ക് കിഴക്ക് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയല്ലോ കേട്ടോ. ഈ സൈഡിൽ കൊണ്ടിരിക്കുകയല്ലോ, മതിയല്ലോ. ഇവിടെ നിന്ന് ഗണപതി കോവിൽ പോകണമെങ്കിൽ കറക്റ്റ് ഒരു കിലോമീറ്റർ 500 മീറ്റർ വരുമായിരിക്കും. അപ്പോൾ ബൈക്ക് കൊണ്ട് പോകാം അല്ലേ? അപ്പോൾ വൈഷൂട്ടി മേക്കപ്പ് എല്ലാം ചെയ്ത് നല്ല സുന്ദരമായിട്ട് പറഞ്ഞേ കേട്ടാ. ടാറ്റാ. ഞാൻ പറഞ്ഞോ അകത്ത് വരാൻ പറ്റുമോ? ഇവിടെ കുറച്ച് പിള്ളേർക്ക് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടോ. സൂപ്പറായിരുന്നു, അടിപൊളി. അങ്ങനെ വൈഷൂട്ടിക്ക് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് മൈലാഞ്ചി പോലത്തെ ഒരു പെയിന്റ് ആണ്. അത് കാലിൽ വരയ്ക്കണം, അത്രയാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞു. സംഭവം കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. ഇതാണ് മൈലാഞ്ചി പെയിന്റ്. ഇവിടെ ബ്രഷ് ഇട്ട് വരയ്ക്കണം കാലിൽ. ചുമ്മാ വരച്ചാൽ അതില്ലേ, വേറെ ഒന്നുമില്ല. വരച്ച് വിടുക, അത്ര തന്നെ. വൈഷൂട്ടി, എനിക്ക് മേക്കപ്പ് ആണോ? ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നു. എനിക്ക് ഡാൻസ് കുറച്ച് അറിയാം. ചിക്ക് ഇല്ലേ, ആ പാട്ട ഡാൻസ് അറിയാം. വൈഷൂട്ടി എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഗാഡിയൊന്നുമില്ലല്ലോ. അങ്ങനെ വൈഷൂട്ടി കാല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കൈ വരയ്ക്കാനുണ്ട്. അതേപോലെ തന്നെ അല്ലേ? ഷൂട്ടി പൂച്ച പറഞ്ഞു ബാക്കി പുസി കാറ്റ്. ഷൂട്ടി നല്ല സുന്ദരിയായിട്ടാ മേക്കപ്പ് ചെയ്തപ്പോ. നല്ല ക്യൂട്ടായി. അതെങ്ങനെ ആയിരിക്കൂല്ലേ? അവന്റെ കയ്യിലുണ്ട് പട്ടയും പാക്കും. അനങ്ങാതെ കുറച്ച് നേരത്തേക്ക്. വൈഷൂട്ടിക്ക് ഒരു മാലയുണ്ട്, കമ്മലുണ്ട് അല്ലേ വൈഷൂട്ടി? അത് വൈഷൂട്ടി കൂട്ടുകാരി സൗപർണികല്ലേ? സൗപർണിക അമ്മ സൗമ്യ. ഒരു ഹായ് പറ. ഇങ്ങനെ ഹായ് പറഞ്ഞ ഇങ്ങനെ. അങ്ങനെ പറ. നന്നായിട്ട് കളിക്കണം, ചിരിച്ച് കളിക്കണം കേട്ടോ. ചിരിച്ച് മാല ഇടണം, വള ഇടണം. ഓക്കെ, ചിരിച്ച് കളിക്കുമോ? എങ്ങനെ ചിരിക്കും?
ശരി ശരി. വളർത്തില്ലേ മാറിയവളെ ഇടണമായിരുന്നു. വൈശുട്ടി ഡാൻസ് കളിക്കുമ്പോൾ നല്ലപോലെ പാട്ടും കൂടെ പാടണം, ചിരിക്കണം മെയിനായിട്ട് കേട്ടല്ലോ, മിസ്സാക്കല്ലേ, എങ്കിലേ കാണാൻ നന്നായിരിക്കുള്ളൂ. ഓക്കെ, ഞാൻ അടുത്ത വളയാ. വളരെ കളർ പച്ചയും അജന്ത പോണാ. ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ. വൈശുട്ടി കൂടുതൽ ആൾക്കാരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഉടനെ പോകണം, സമയക്കൊണ്ടിരിക്കുകയാണ്. ഇതിടാൻ പോയ സമയത്ത് നിന്ന് കഥ പറഞ്ഞ് ഇടാൻ സമ്മതിക്കാതെ നോക്കട്ടെ. വണ്ടി ലുക്കല്ലേ ഒരു രക്ഷയില്ല, പോളി. വൈശൂട്ടി ലുക്കല്ലേ ഒരു രക്ഷയില്ല, പൊളിയായിരിക്കും. വൈശൂട്ടി കാണാൻ സിനിമ ഹീറോയിനെ പോലെയാണ് തന്നെ. ഒരു റിയാക്ഷൻ ഇല്ല വൈശൂട്ടി മുഖത്ത്. ചിലപ്പോൾ ഈ മേക്കപ്പ് ഇട്ടുകൊണ്ടേ ഒരുമാതിരി ഇരിക്കുള്ളൂ ഫേസ് കംപ്ലീറ്റ് ആയിട്ട്. ആ സമയത്ത് നമുക്ക് അല്ലേ കണ്ണ് തീർന്നാ ശരിയാവും കുറച്ച് കഴിയുമ്പോൾ. പോന്നാ ബാ കമോ. മഴയൊന്നുമില്ലല്ലോ, മഴ പെയ്താൽ മേക്കപ്പ് കംപ്ലീറ്റ് പോകും. മഴ പെയ്യാന്നില്ല, ചുമ്മാ പറഞ്ഞത്. കയറി നോക്ക് വൈശൂട്ടി കളിയാക്കണം. അപ്പോൾ കാര്യമല്ലേ പറഞ്ഞോളൂ, മഴ പെയ്താൽ ചിലപ്പം പ്രശ്നമാണെന്ന്. ഓക്കെ പോല. വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് ജയിൽ. ഇതാണ് പൂജപ്പുര ജയിലിൻ്റെ എൻട്രൻസ്. ഇവിടെ നേരെ കാണുന്നതാണ് ഗണപതി കോവിൽ. പൂജപ്പുര ജയിലിനകത്ത് പോകണമെങ്കിൽ വേറെ എൻട്രൻസ് ഉണ്ട്, അത് റൈറ്റ് സൈഡിൽ അങ്ങോട്ട് പോകണം. വണ്ടി അവിടെ എടുക്കാൻ. ഓക്കെ, വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് ജയിൽ ഗണപതി കോവിൽ. ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുന്നത് സിംഗിൾ ഫോട്ടോയാണ്. അപ്പോൾ ഭയങ്കര സൗണ്ടാണ്, പറഞ്ഞ കേൾക്കുള്ള ഒരു പാടാണ്. അപ്പോൾ ഇതാണ് പൂജപ്പുര ജയിൽ ഗണപതി കോവിൽ. അപ്പോൾ ജയിലിൽ വരാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ ഇവിടെ വരിക. അപ്പോൾ നമുക്ക് ഗണപതി കോവിൽ എപ്പോൾ വേണമെങ്കിൽ തൊഴാൻ പറ്റും തോന്നുന്നു കേട്ടോ. കോവില്ലേ എപ്പോഴാണ് കയറാമോ? അങ്ങനെയൊന്നുമില്ലല്ലോ. പണ്ട് ഞാൻ ചുമ്മാ കയറി പോകാമായിരുന്നു. ഇപ്പം അവിടെ ചെക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. കയറ്റി വിടോ? ഇല്ലല്ലോ. അപ്പോൾ എപ്പോൾ ആണെങ്കിലും നമുക്ക് കോവിൽ തൊഴാൻ വരെ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അകത്ത് കയറാം. വൈശൂട്ടിയുടെ ഗ്രൂപ്പ് ഡാൻസ് വരുന്നത് 6-മത്തെയാണ്. ഇപ്പോൾ മണി 5:30 ആയിട്ടുണ്ട്. അപ്പം 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഡാൻസ് തുടങ്ങും. ഫോട്ടോയല്ല വീഡിയോ ഫോട്ടോയല്ല വീഡിയോ ഡാൻസ് കാണിക്കാം. അതെ അതെ അടിപൊളി. നിങ്ങളെ വൈശോ കളി വൈശൂട്ടി കളി ചുമ്മാ കളി. ഞാൻ കളിക്കട്ടെ അപ്പോൾ? ആണ്ടേ ഞാൻ കളിക്കട്ടാ? ഞാനും കളിക്കാം, ഡാൻസ് കളിക്കട്ടാ? കൊള്ളാമോ? കളിച്ചാൽ നന്നായിരിക്കോ? എനിക്ക് മേക്കപ്പ് ഒന്നുമില്ല, കളിച്ചാൽ കൊള്ളാമോ? കളിക്കാതെ കുറിച്ചാർന്ന് എന്തായാലും അവിടെ സ്റ്റേജ് കളിക്കും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറച്ച് കാണാം, ശരിയായിക്കോളും അല്ലേ? നമ്മളെ ടീമോട് അവിടെ പോയിരിക്കാം. ഇവിടെ ഇരിക്കാം, അവിടെ ചരിവായോണ്ട് കരിഞ്ഞ് വിടാൻ ചാൻസ് ഉണ്ട്. സ്നാക്സ് ടൈം ആയിട്ടുണ്ട്. വൈശൂട്ടി കേക്ക് കഴിക്കാൻ പോവുകയാണ്. കഴിച്ചു തുടങ്ങിയാ? അപ്പം ഈ കേക്കല്ലേ? മഴ വരുത് അവിടെ കയറി ആട്ടോ കയറിയിരിക്കണ കുഴപ്പമില്ല, ആട്ടോ ഓടിക്കാൻ പാടില്ല. വഴക്കൊന്നും പറയാം കയറി എൻ്റെ പാട്ട് ഓടിച്ച് പോയാലോ? വൈശൂട്ടി ഒരു കാര്യം ചെയ്യാം, എന്തായാലും മഴ പെയ്യണം, ഇപ്പം നടക്കില്ല ഡാൻസ് ഒന്നും. നമുക്ക് ആട്ടോയിൽ റൗണ്ട് പോയാലോ? എന്ത് പറയണം? അപ്പോൾ നല്ല മഴ ഉറക്കുന്നുണ്ട്. ഡാൻസിൻ്റെ കാര്യം നടക്കും അല്ലേ? അതൊക്കെ പഠിക്കുന്ന ആവശ്യമില്ലല്ലേ, അതൊക്കെ നടന്നോളൂ. ഡാൻസ് കളിക്കുന്ന വിഷയമില്ല, ഡാൻസ് കാണുന്ന ആൾക്കാരുടെ വിഷയം. ആവശ്യപ്പെടുമ്പോൾ മഴ പെയ്യൊന്നുമില്ല, ചുമ്മാ കിടന്ന് പെയ്യും. ഇന്നലെയൊക്കെ ഭയങ്കര ചൂടായി, ഉറക്കം വന്നില്ല രാത്രി. ആ സമയത്ത് മഴ പെയ്യൂടെ? ഇപ്പോൾ നോക്ക്, ഡാൻസ് കളിക്കാൻ നേരത്തെ വൈശൂട്ടി വല്ലപ്പോഴും ഡാൻസ് കളിക്കുന്നത്. ആ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ് കേട്ടോ. അതൊക്കെ എന്തോന്ന് മഴ പെട്ടെന്ന് പെട്ടെന്ന് നിന്നല്ലേ. കൂടിപ്പോയി 5 ലിറ്റർ മഴ പെയ്ത് അത്ര തന്നെ. ആ സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സ്നാക്സ് ആണെന്ന് പോകുന്നു. വെളിച്ചെണ്ണ വെറുതെ കൊതിപ്പിച്ചതാണ്. അവരുടെ സീറ്റ് ഓർമ്മയുണ്ടോ? അത് മാറി എന്നുള്ളതിൽ വേണമെങ്കിൽ ഫ്രണ്ടിൽ പോയിരിക്കാം. സീറ്റ് ഓർമ്മയുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലേ? അത് തന്നെ. അപ്പോൾ പിന്നെയും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൗമ്യയാണ് നമ്മളെ കുടക്കാരി. കുടയുമായിട്ട് വന്ന് നേരത്തെ പ്ലാൻ ചെയ്തില്ലേ കുടയായിട്ട്? നല്ല ആൾ കേട്ടാ,
അപ്പോൾ നേരത്തെ അറിയായിരുന്നു മഴ പെയ്യുന്നുള്ളത്. ഒരു കാര്യം, ഒരു വാക്ക് പറയണ്ട നമ്മുടെ അടുത്ത്. നമ്മൾ കുടയായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ കുടയ്ക്കകത്ത് നമുക്കൊന്നും എൻട്രി ഇല്ല, ഓൺലി ഫോർ കിഡ്സ് അല്ലേ. ഇപ്പോൾ സൗഭ്യ കിഡ്സ് അല്ലല്ലോ, വെളി ഇറങ്ങും. പിന്നെ നീ അറിയാം, കുഴപ്പമില്ലേ. ഈ മഴ എന്തായാലും ഉറയ്ക്കില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് പെയ്തിട്ട് പോകണേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം, മഴ നനഞ്ഞ് പനി വരാൻ പാടില്ല, അത് നോക്കണം. ഒരു തുള്ളി തല വീണാൽ പോലും ചിലപ്പോൾ പനിയൊക്കെ വരും. അപ്പോൾ സൗമ്യക്ക് എന്താണ് പറയാനുള്ളത്? പറ, എന്തെങ്കിലും പറ. നിങ്ങൾക്ക് പറയാണ്ട, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കൊള്ളാം കണ്ടനായിട്ട്. ഞാൻ മാത്രം എന്ത് പറഞ്ഞോളി പറയാൻ കൊണ്ട് ആണെന്ന് പറഞ്ഞില്ല. എനിക്കിപ്പോ ഒന്നും പറയാം. ഒന്നും പറയണ്ടെങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഡാൻസ്? സൂപ്പർ അല്ലേ? എല്ലാ സ്റ്റെപ്പൊക്കെ അറിയാലോ, എല്ലാം കാണാപ്പാടാണല്ലോ. ഓക്കെ, ആർക്കെങ്കിലും മറന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടല്ലോ. അയ്യോ, മഴ കാരണം ഒരു രക്ഷയില്ല, എന്ത് ചെയ്യാൻ. ഞാൻ വീട്ടിൽ പോട്ടെ, മണ്ടാ നനയാ വയ്യ. എന്തിയാ നിൽക്കണ പോണോ പറ. വൈഷ്ണവി പറഞ്ഞ പോലെ തന്നെ വൈഷ്ണവി വേറെ സോണിൽ നിൽക്കണം ഇപ്പോൾ. ഭക്തജനങ്ങളെ, തുടങ്ങാറായി. പൂജപ്പുര സെൻട്രൽ ജയിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 76ാമത് വാർഷിക ആഘോഷങ്ങളുടെ പരിപാടിയുടെ ഭാഗമായി ഒന്നാം തിരുവുത്സവ ദിവസമായ ഇന്ന് കലാപരിപാടികളിൽ ആദ്യമായി ഹരിശ്രീ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടികളിലേക്കായി പ്രിയപ്പെട്ട കലാകാരികളെ ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. ഇപ്രാവശ്യം ഡാൻസ് പെർഫോമൻസിൽ വൈഷ്ണവിന്റെ ടീച്ചർ കളിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ മാത്രം, എല്ലാവരും. ഭക്തജനങ്ങളെ, പൂജപ്പുര സെൻട്രൽ ജയിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 76ാം വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ഹരിശ്രീ സ്കൂൾ ഓഫ് ഡാൻസിലെ കുട്ടികൾക്ക് നാലാ മൂന്ന് കറക്റ്റാ പറ. അടുത്ത 4. ഇത് 4ാമത്തെ അല്ലേ? ഇപ്പം 4 കുറച്ച് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അടുത്തത് വൈശുവിന്റെ ഡാൻസ് ആണ്. വൈശു വന്നല്ലോ. കിഴക്ക് നിന്നും പാറി വന്ന കിളിയോട് കിന്നാരം ചൊല്ലിക്കൊണ്ട് ഹരിശ്രീയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു ഫോക്ക് ഡാൻസ്. രംഗത്ത് സൗപർണിക, അലങ്കൃത എസ് എ, ഐതിഹ്യ ഉണ്ണി, വൈഷ്ണവി VS, ദിയ VS, ഇഷിത വിശാഖ്. ഡാൻസ് ആരെന്നറിയാം? അടുത്ത ഡാൻസ് ഇപ്പോൾ ടീച്ചർ ഡാൻസ് ആരംഭിക്കാൻ പോവുകയാണ്. ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഗണപതി പാരിന്റെ അധിപതി
ഓക്കെ, അങ്ങനെ ഡാൻസും പാട്ടെല്ലാം കഴിച്ചുകൊണ്ട് പാട്ടിൽ ഡാൻസ് മാത്രമേ ഉള്ളൂ, ഡാൻസിന് കൂടെ പാട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞല്ലോ, വൈശുട്ടി പോവാം, വീട്ടിൽ പോവാം. ഓക്കെ പോന്നാ, മണി ഇപ്പോൾ കറക്റ്റ് 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ വൈശുട്ടിയുടെ ഡാൻസ് ഒരു രക്ഷയിൽ സൂപ്പർ കേട്ടോ, നല്ല അടിച്ച് പൊളിച്ച് കളിച്ചിട്ടുണ്ട്. വൈശുട്ടിക്ക് പൊറോട്ട ഇറച്ചി വേണമെന്ന്, ചിക്കൻ വേണമെന്ന്, ചിക്കൻ. ഓക്കെ പോവാം, വേറെ വിഷയമൊന്നുമില്ലല്ലോ, വേറെ ഒരു വിഷയമില്ല. നേരെ വീട്ടിലോട്ട് പോകണ്ട, തന്നെ പോകുന്ന വഴിക്ക് സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട്. പിന്നെ പൊറോട്ട ഇറച്ചി വാങ്ങിച്ചിട്ട് പോകണോ അതാ കഴിച്ചിട്ട് പോകണമെന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തെങ്കിലും ചെയ്യാം, അത് ഇവിടെ നിന്ന് പുറത്തിറങ്ങാം. ഓക്കെ, നമ്മളതിനെ പുറത്തിറങ്ങി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി 10 പൊറോട്ട പാർസൽ. ബീഫുണ്ടാ? ബീഫ് സാധാ മതി. ചിക്കൻ ഫ്രൈ ഹാഫ് മതി, ഹാഫ്. ഒരു ചായ, ഒരു ലെമൺ ടീ. ചായയും കെട്ടി, ലെമൺ ടീയും കെട്ടി. ലെമൺ ടീ എനിക്ക്, ചായ വാണിക്ക്. നമുക്കുള്ള പാർസൽ വെയിറ്റിങ്ങിലാണ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഹോൾഡ് ചെയ്യാൻ. അയ്യോ എന്നാ പിടിച്ചോ, കൈ പൊള്ളിപ്പോയി ലൈറ്റായിട്ട്, കുഴപ്പമില്ല. ലെമൺ ടീ അതുപോലെ ലെമൺ ടീ എൻ്റെ ഫേവറേറ്റ് സാധനമാണത്. സൂപ്പറായി. ചായ കുടിച്ച കൊളസ്ട്രോൾ ഇത് നല്ലതാണ്, ഫാറ്റ് എല്ലാം പോകും. അതാണ് ലെമൺ ടീയുടെ ഗുണം. എല്ലാവരും കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴേക്ക് ലെമൺ ടീ. 12. ഓക്കെ, ചായ കുടിച്ചപ്പോൾ സുഖമല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് മേക്കപ്പ് എല്ലാം ഊരണ്ടായി. വീട്ടിൽ പോയിട്ട് മേക്കപ്പ് എല്ലാം മാറ്റി ഫ്രഷ് കഴിക്കാം. ഓക്കെ, 5 മിനിറ്റ് ഇപ്പം പോവാ. ഓക്കെ, സാധനം വാങ്ങിയോണ്ട് വാങ്ങിക്കാം. എന്തൊക്കെ വാങ്ങാൻ പറഞ്ഞു? കല്ലുപ്പും സാമ്പാണ് തിരികെ, ബാക്കിയെല്ലാം വാങ്ങിച്ചിട്ട് രാവിലെ തന്നെ സാമ്പാറിന് തിരി, കല്ലുപ്പ്. ബ്രോ നമ്മൾ ഡാൻസ് നമ്മൾ മോളുടെ ഇപ്പൊ കഴിഞ്ഞ് വന്നേ ഉള്ളൂ, പറഞ്ഞ വഴി. എന്തൊക്കെ ഇവരെ കാണുന്നു, എന്റെ ഫാൻസ് ആണ് ഇവരൊക്കെ. ഓഫ് ചെയ്ത് ധൈര്യം ഇട്ടോ. ഈ ചേച്ചിയൊക്കെ നമ്മളെ വീഡിയോ കാണുന്നു. ഡാൻസ് ഒന്നുണ്ടായിരുന്നു ഇവിടെ പൂജപ്പുര ഗണപതി കോവിൽ ജയിലിനകത്ത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് 70 അല്ലേ. അപ്പോൾ ക്യാമറ ഓഫ് അല്ലായിരുന്നു. ഓണം കണ്ടാ, എത്ര കണ്ടാ? ഓക്കെ, അടച്ചിട്ടുണ്ടേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി എന്നാ, പോട്ടാ. ഓക്കെ ബൈ. വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഇപ്പോൾ ബ്രോ ആയാലും ഞങ്ങളായാലും എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെ. അത്ര തന്നെ, അത്രേ ഉള്ളൂ. എൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാരൊക്കെ മാക്സിമം ആൾക്കാരും പറയും. പോട്ടാ. ഓക്കെ എന്നാ, കഴിച്ചു ആരും കഴിച്ചില്ല, വീട്ടിൽ പോയിട്ടില്ലേ? ശരി, ഓക്കെ, ശരി എന്നാ. നാമ വീട്ടുക്ക് വന്നാച്ച്. അത് പാട്ടോ ഷൂട്ടിംഗ്. ഇതാണ് കർണാടക സംഗീതം. நாட்டு குறிஞ்சி பாடுறேன்னுட்டு உசேரி போயிட்டு நடுவுல இந்த இடத்துல செவி விலகு. മേക്കപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിക്കണ. വലിയ അമ്മച്ചേ അല്ലേ മേക്കപ്പ് ചെയ്തപ്പോ? ഇപ്പം പൊറോട്ട, ചിക്കൻ ഫ്രൈ, ബീഫ് പരട്ട്, പിന്നെ ഗ്രേവി. സൂപ്പർ അല്ലേ? ഇതിനപ്പുറം എന്ത് വേണം? വച്ച് കഴിക്കാം. വാ, കമോൺ. ഇതാ വൈശൂട്ടിക്ക. അതാ ഇതാ ഇതാ നീ കഴിക്കണം, ഒറ്റ കഴിക്കും. അപ്പൊ ഇതുപോലത്തെ ഫുഡൊക്കെ പാർസൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും ഒന്നിച്ചിന്ന് കഴിക്കണ സുഖം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് കഴിക്കണ്ട, അവിടെ പോയി കഴിക്കാം. ഓക്കെ, അവിടെ ടി വി കണ്ട് ടി വി കഴിക്കണ്ടല്ലേ, ടി വി വെക്കണ്ട, ചെറിയ ഇടിമിന്നലെ കൊണ്ട് ടി വി ഓഫ് ഇരിക്കണം. ഇവിടെ നിന്ന് കഴിക്കാം. ഓക്കെ, കഴിക്കാം. വാ, കുറച്ച് ബീഫ്, പിന്നെ ഗ്രേവി സാമ്പാറാണ്. കളർ എങ്ങനെയാണ്? വച്ച് കഴിക്കാം. വാ, കമോൺ. ആദ്യം നമുക്ക് ഈ ഗ്രേവിയിൽ മുക്കി കിടക്കണ പൊറോട്ടയെ ഒരു പീസ് എടുക്കാം. ഒരു പീസ് ബീഫ് ഫ്രൈ എടുത്ത് ഇവിടെ വയ്ക്കാം. എന്നിട്ട് ചുരുട്ടുക. ചുരുട്ടിയിട്ട് ചിക്കൻ സൂപ്പറായി, അടിപൊളി. അപ്പോൾ നല്ല വയറിനായി കഴിച്ചിട്ട് ഇതുണ്ട്, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, അത് കുടിക്കണം കുറച്ചായിട്ട്. അതും കുടിച്ചിട്ട് കുറച്ച് ടി വി കണ്ടിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ ജോലിക്ക് പോകണം. അപ്പൊ അത്ര തന്നെ, വേറെ ഒന്നും പറയല്ല. ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തരാം. അപ്പൊ അടുത്തൊരു കിട്ടുന്ന വ്ളോഗ് നമുക്ക് കാണാം. ഓക്കെ, ഇന്നും നല്ല ശരി കാണണം. അപ്പൊ ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പെടാൻ ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം.